ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിനുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി മൈലാഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ചുവട് കട്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചക്കര, അതുപോലെ തന്നെ ചായപ്പൊടി എടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാപ്പിപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചക്കരയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, ഇനി ഇതിലേക്ക് ക്ലൗ ആണ് ഇട്ടെടുക്കുന്നത്, അതായത് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റിലായിട്ട് വെച്ചിട്ട് നടുവിൽ ഗ്ലാസ് ഇറക്കി വെക്കുകയാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതായത് കുറഞ്ഞ അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ തോനെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ അളവ് കൂട്ടിയിട്ട് സാധനങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ ആ ഒരു പാത്രം ഇങ്ങനൊരു ചട്ടിയിൽ വെള്ളം നിറച്ചിട്ടാണ് കേട്ടോ ഞാൻ മൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവിവെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വെള്ളം ചൂടാവുന്ന സമയത്ത് ആ ഒരു വെള്ളം മാറ്റി നമുക്ക് ആവിവെള്ളം ഒരുപാട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ വെള്ളം അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവ് കറക്റ്റാണ്. അപ്പോൾ നല്ല കളറും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി നാരങ്ങ നീര് കൂടെ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതിലേക്ക് നാരങ്ങ നീര് ഒറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മൈദപ്പൊടി ചേർത്തിട്ട് ആ ഒരു മൈലാഞ്ചിൻ്റെ കട്ടിക്കനുസരിച്ച് നമുക്ക് മൈദപ്പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി നല്ലോണം കട്ട ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ നാരങ്ങ നീര് ഒറ്റിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. അതല്ല ആവിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ലൂസാക്കി നമ്മുടെ പാകത്തിനനുസരിച്ച് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.